പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ എന്ന കെമിസ്ട്രിയുടെ 4ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡിയർ സ്റ്റുഡൻസ്, മെറ്റൽസ് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കൂടി സാധിക്കുകയില്ല. മനുഷ്യരുടെ ജീവിതത്തിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ ഒന്നാണ് മെറ്റൽസിൻ്റെ ഡിസ്കവറി. ദ ഡിസ്കവറി ഓഫ് മെറ്റൽസ് റെവല്യൂഷനൈസ് ഹ്യൂമൻ ലൈഫ്. പ്രധാനമായിട്ടും മനുഷ്യരുപയോഗിക്കുന്ന മെറ്റൽസ് ഏതൊക്കെയെന്ന് നിങ്ങൾക്കറിയാം. നമുക്കറിയാം അലൂമിനിയം, അതുപോലെ കോപ്പർ, അതുപോലെ അയൺ തുടങ്ങിയ മെറ്റൽസാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽസ്. ഈ മെറ്റൽസ് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും ഇന്ന് സാധ്യമല്ല. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മെറ്റൽസ് എവിടെ നിന്നാണ് ലഭിക്കുക? തീർച്ചയായിട്ടും നമുക്കറിയാം, ദീസ് മെറ്റൽസ് ആർ സീൻ ഇൻ ദ ക്രസ്റ്റ് ഓഫ് അവർ എർത്ത്. ഭൂമിയുടെ ഭൂവൽക്കത്തിലാണ് ഈ ലോഹങ്ങളെല്ലാം തന്നെ കാണപ്പെടുന്നത്. എല്ലാ ലോഹങ്ങളും അങ്ങനെ തന്നെയല്ല ഭൂമിയിൽ കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും ചില ലോഹങ്ങൾ വളരെ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ലോഹങ്ങളുണ്ട്. എന്നാൽ ചിലത് കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവ കോമ്പൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽസ് ഏതൊക്കെ ആയിരിക്കാം? അതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്തായിരിക്കാം? ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന മെറ്റൽസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രവർത്തന ശേഷി കുറഞ്ഞ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസാണ് സാധാരണയായിട്ട് ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും താഴെ കാണുന്ന ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ തുടങ്ങിയ മെറ്റൽസൊക്കെ ഒട്ടും തന്നെ റിയാക്ടിവിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവ മറ്റ് എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യാത്തത് കൊണ്ട് അവ ഭൂമിയുടെ ക്രസ്റ്റിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ കാണപ്പെടുന്ന മെറ്റലുകളാണ്. എന്നാൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഏറ്റവും മുകളിലേക്ക് ചെല്ലും തോറും റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള മെറ്റൽസ് റിയാക്ടിവിറ്റി കൂടിയവ ആയതുകൊണ്ട് അവ കോമ്പൗണ്ടുകളായിട്ടാണ് എർത്തിൻ്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ടുകളായിട്ട് കാണപ്പെടുന്ന മെറ്റൽസിൽ നിന്ന് അവയെ വേർതിരിക്കുവാനായിട്ട് പല പ്രോസസ്സുകൾ ആവശ്യമായിട്ട് വരുന്നു. മെറ്റലിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് മെറ്റൽ വേർതിരിച്ചെടുക്കുന്നതിന് ആവശ്യമായ പലതരം പ്രക്രിയകൾ, പലതരം പ്രോസസ്സുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, ഒരു മെറ്റലിൻ്റെ കോമ്പൗണ്ടിനെ സാധാരണയായിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? മിനറൽ അല്ലെങ്കിൽ ധാതു. അപ്പോൾ ഒരു ധാതു എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ കോമ്പൗണ്ടാണ് ഒരു ധാതു അല്ലെങ്കിൽ ഒരു മിനറൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ മിനറലുകളെ നമുക്കിവിടെ കാണാം. അലൂമിനിയത്തിൻ്റെ മിനറൽ ഒന്ന് ബോക്സൈറ്റ്, നിങ്ങൾക്കിവിടെ കാണാം Al2O3 2H2O, അലൂമിനിയത്തിൻ്റെ ഒരു മിനറലാണ്. അതുപോലെ മറ്റൊന്നാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ Na3Al(F6). ഇതിനകത്ത് സോഡിയം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ഫ്ലൂറിനുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കോമ്പൗണ്ടാണ് ക്രയോലൈറ്റ്. ഇനി അതേപോലെ മറ്റൊരു കോമ്പൗണ്ടാണ് നമ്മൾ കാണുന്ന ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ്. അത് Al2O3 2SiO2 2H2O എന്ന ഒരു കോമ്പൗണ്ടാണ്. അതിനകത്ത് അലൂമിനിയം ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കയുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം അലൂമിനിയത്തിൻ്റെ മിനറലാണ്. അപ്പോൾ ഒരു മെറ്റലിന് തന്നെ പല മിനറൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഒരു മിനറൽ? എ മിനറൽ ഈസ് എ മെറ്റാലിക് കോമ്പൗണ്ട് സീൻ ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹത്തിൻ്റെ സംയുക്തത്തെ വിളിക്കുന്ന പേരാണ് ഒരു മിനറൽ. അപ്പോൾ എല്ലാ മെറ്റൽസിനും ഇതുപോലെ പലതരത്തിലുള്ള മിനറലുകളുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു മിനറൽ, എല്ലാ മിനറലുകളിൽ നിന്നും മെറ്റലിനെ വേർപെടുത്തിയെടുക്കുവാൻ സാധിക്കുമോ? ക്യാൻ ഓൾ മിനറൽസ് ബി യൂസ്ഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്? എല്ലാ മിനറലിൽ നിന്നും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇല്ല. എല്ലാ മിനറൽസിൽ നിന്നും മെറ്റൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു മിനറലിൽ നിന്ന് ഒരു മെറ്റൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ മിനറലിന് ചില ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് ആ മിനറൽ ധാരാളമായിട്ട് നമ്മുടെ ഭൂമിയിൽ കാണപ്പെടണം. ദേ ആർ അബൻഡൻറ്റ് ഇൻ ദ ക്രസ്റ്റ് ഓഫ് ദ എർത്ത്. ഭൂവൽക്കത്തിൽ അവ ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ ക്വാളിറ്റി. രണ്ടാമതായിട്ട്
ഇനി അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല. ആ മിനറലിൽ നിന്ന് വളരെ ഈസി ആയിട്ട്, വളരെ ചീപ്പായിട്ട്, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ, വളരെ എളുപ്പത്തിൽ ആ മെറ്റലിനെ നമുക്ക് വേർപെടുത്തി എടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈസിലി ആൻഡ് ചീപ്പിലി സെപ്പറബിൾ. മെറ്റൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കണം, വളരെ എക്കണോമിക്കലായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കണം. വളരെ പൈസ ഒത്തിരി എക്സ്പെൻസീവായ രീതിയിൽ അത് വേർപെടുത്തി എടുത്തു കഴിഞ്ഞാലത്തെ കുഴപ്പമെന്ന് പറയുന്നത് ആ മെറ്റലിന് വളരെ വില കൂടുതലായിരിക്കും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിലി ആൻഡ് ചീപ്പിലി സെപ്പറബിൾ ആയിരിക്കണം. അതേപോലെ ഒരു ഓറിനുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് മെറ്റലിൻ്റെ അളവ് വളരെ കൂടുതലായിട്ടുണ്ടായിരിക്കണം. ഹൈ മെറ്റൽ കണ്ടൻറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 1000 കിലോ ഓറ് അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 1 കിലോ മെറ്റൽ കിട്ടി. നമ്മൾ ആലോചിച്ച് നോക്കണം, 1000 കിലോഗ്രാം ഓറ് അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? വെറും 1 kg മെറ്റലാണ് കിട്ടിയത്. ബാക്കി 999 kgയും വേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന രീതി വന്നാൽ ഒട്ടും തന്നെ അത് ചീപ്പോ അല്ലെങ്കിൽ അത് ഈസിയോ ഒന്നും ആയിരിക്കാൻ വഴിയില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഓറിൻ്റെ കുഴപ്പം എന്തായിരുന്നു? ഇതിനകത്ത് മെറ്റൽ കണ്ടൻറ്റ് വളരെ ലോ ആയിരുന്നു, ഇമ്പ്യൂരിറ്റി ആയിരുന്നു അതിനകത്ത് കൂടുതൽ. അപ്പോൾ അങ്ങനെ ആണ് ഒരു ഓറെങ്കിൽ, അപ്പോൾ ഓറിനകത്ത് മെറ്റലിൻ്റെ അളവ് ഒരുവിധം കൂടുതലില്ലെങ്കിൽ, നല്ലൊരു പെർസെൻറ്റേജ് മെറ്റൽ അതിനകത്ത് ഇല്ലെങ്കിൽ അതിനൊരു ഓറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഒരു മെറ്റലിന് പല മിനറൽസ് ഉണ്ട്, പല ധാതുക്കളുണ്ട്. എങ്കിലും എല്ലാ ധാതുക്കളിൽ നിന്നും ആ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യാറില്ല. ഒരു ധാതുവിൽ നിന്ന്, ഒരു മിനറലിൽ നിന്ന് ഒരു മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ മിനറൽ അബൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ ഈസിലി ആൻഡ് ചീപ്പ്ലി ദ മെറ്റൽ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ മിനറൽ. അതുപോലെ മിനറൽ കണ്ടെയ്ൻ ഹൈ മെറ്റൽ കണ്ടൻറ്റ്. ഇത്രയും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മിനറലിനെ ഒരു മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്സ്ട്രാക്റ്റഡ് എക്കണോമിക്കലി, ഈസിലി ആൻഡ് ക്വിക്ക്ലി ആർ കോൾഡ് ദ ഓർ ഓഫ് ദ മെറ്റൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു ടൈം പരിചയപ്പെടുകയാണ്. ഈ പല മിനറലുകൾ നമ്മളിവിടെ കണ്ടു, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ. ഇതിൽ എല്ലാത്തിൽ നിന്നും അലൂമിനിയം നിർമ്മിക്കാനായിട്ട് സാധിക്കില്ല. അലൂമിനിയം നിർമ്മിക്കാനായിട്ട് ഈ ബോക്സൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഈ ബോക്സൈറ്റിൽ നിന്നാണ് അലൂമിനിയം നിർമ്മിക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയലായിട്ട് അലൂമിനിയം നിർമ്മിക്കുന്നത് ബോക്സൈറ്റിൽ നിന്നാണ്, ക്രയോലൈറ്റിൽ നിന്നോ ക്ലേയിൽ നിന്നോ അല്ല. അതിൻ്റെ കാരണം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഈ ബോക്സൈറ്റ് അബൻഡൻ്റ് ആണ്, അത് ഈസിലി ആൻഡ് ചീപ്പ്ലി സെപ്പറബിൾ ആണ്, അതുപോലെ അതിനകത്ത് ഹൈ മെറ്റൽ കണ്ടൻറ്റും ഉണ്ട്. അതുകൊണ്ട് ബോക്സൈറ്റിനെയാണ് അലൂമിനിയത്തിൻ്റെ ഓറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓറെന്ന് വെച്ചാൽ എന്താ? ഓറെന്ന് വെച്ചാൽ ഒരു മിനറലാണ് from which the metal can be extracted quickly, cheaply and economically. അപ്പോൾ അങ്ങനെ വളരെ വേഗത്തിൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ധാതു ഏതാണോ ആ ധാതുവിനെ വിളിക്കുന്ന പേരാണ് ആ ലോഹത്തിൻ്റെ അയിര്. ഓർ എന്ന് പറഞ്ഞാൽ അയിര് എന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ ഇവ അലൂമിനിയത്തിൻ്റെ മിനറലാണ്. പക്ഷേ ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ ഓറ്. ഈ ടേബിൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് 4 മെറ്റൽസിൻ്റെ പേര് തന്നിട്ടുണ്ട്: അലൂമിനിയം, അയൺ, കോപ്പർ ആൻഡ് സിങ്ക്. അവയുടെ ഓറുകളെയാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. അലൂമിനിയത്തിൻ്റെ ഓറ് ബോക്സൈറ്റ്, Al2O3 2H2O എന്ന് വെച്ചാൽ അത് അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് ഓറാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അയണിൻ്റെ 2 ഓറുകളെ തന്നിട്ടുണ്ട്. ഇത് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഹേമറ്റൈറ്റ് Fe2O2, മാഗ്നറ്റൈറ്റ് Fe3O4 എന്ന് വെച്ചാൽ ഇവിടെ ഈ അയണിൻ്റെ 2 ഓറുകളും അതിൻ്റെ ഓക്സൈഡ് ഓറുകളാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി കോപ്പറിൻ്റെ ഓറുകളെ നോക്കിയാൽ കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓറും കുപ്രൈറ്റ് എന്ന് പറയുന്ന ഓറുമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനകത്ത് കോപ്പർ പൈറൈറ്റ് എന്ന് പറഞ്ഞാൽ CuFeS2 എന്ന് വെച്ചാൽ അയണും സൾഫറും അടങ്ങിയ ഓറാണ് ഈ കോപ്പർ പൈറൈറ്റ്സ്. കുപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കോപ്പറിൻ്റെ ഓക്സൈഡ് ഓറാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
സിങ്കിൻ്റെ ഓറുകളെ നമുക്ക് നോക്കാം. സിങ്ക് ബ്ലെൻഡ് ആൻഡ് കലാമിൻ. സിങ്ക് ബ്ലെൻഡ് എന്ന് വെച്ചാൽ ZnS ആണ്, കലാമിൻ എന്ന് വെച്ചാൽ ZnCO3 ആണ്. അപ്പോൾ കലാമിൻ എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ കാർബണേറ്റ് ഓറാണ്, അതേസമയം സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ സൾഫൈഡ് ഓറുകളാണ്. ഇതിനകത്ത് 2 ഓറുകൾ സൾഫൈഡ് ഓറുകളുണ്ട്, സിങ്ക് ബ്ലെൻഡും കോപ്പർ പിറൈറ്റ്സും. അതുപോലെ ഓക്സൈഡ് ഓറുകളാണ് മറ്റുള്ളതെല്ലാം. അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ഓക്സൈഡ് ഓറാണ്, ഇരുമ്പിൻ്റെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഓക്സൈഡ് ഓറുകളാണ്, കുപ്രൈറ്റ് ഓക്സൈഡ് ഓറാണ്, അതുപോലെ കലാമിൻ കാർബണേറ്റ് ഓറാണ്. ഇങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട ചില മെറ്റൽസും അവയുടെ ഓറുകളെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ഈ ഓറിൽ നിന്ന് എങ്ങനെ മെറ്റൽ വേർതിരിക്കാനായിട്ട് സാധിക്കും? ഒരു ഓറിൽ നിന്ന് മെറ്റൽ വേർതിരിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ എളുപ്പത്തിൽ ഒരു ഓറിൽ നിന്ന് മെറ്റൽ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് പല സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഓറിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓറിനെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിന് പറയുന്ന പേര് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഓറിനകത്ത് ഇപ്പോൾ 50 കിലോ ഓറാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 75 kg ഇമ്പ്യൂരിറ്റി ആയിരിക്കും. അങ്ങനെ ഓറിൻ്റെ ഒപ്പം കാണുന്ന ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേര് ഗാങ് എന്നാണ്. അപ്പോൾ ഓറിൻ്റെ കൂടെ കാണപ്പെടുന്ന ആ ഒരു മാലിന്യത്തെ ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേര് ഗാങ് എന്നാണ്. അപ്പോൾ ഈ ഓറിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ ക്രസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഓറിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ 25 kg ഓറാണെങ്കിൽ ചിലപ്പോൾ 75 kg അതിനകത്ത് ഇമ്പ്യൂരിറ്റി ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ മെറ്റൽ നിർമ്മിക്കുന്നതിന് പകരം ഈ ഓറിനെയും ഇമ്പ്യൂരിറ്റിയെയും തമ്മിൽ വേർതിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇമ്പ്യൂരിറ്റി കുറേശ്ശെ ഓറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഓറിൻ്റെ അളവ് കൂടുതലും, ഇപ്പോൾ ഇതിനകത്ത് ഓറിൻ്റെ അളവ് കുറവും ഇമ്പ്യൂരിറ്റി കൂടുതലുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ 1 കിലോ 2 കിലോ 3 കിലോ അങ്ങനെ ഇമ്പ്യൂരിറ്റീനെ ഇതിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ കുറഞ്ഞ് അവസാനം ചിലപ്പോൾ 25 kg ഓറും 10 കിലോ ഇമ്പ്യൂരിറ്റി ആയിട്ട് മാറിയെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓറ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു, ഓറിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവന്നു അല്ലേ. അത് ഓറ് 25 തന്നെ ഉള്ളെങ്കിലും ആ ഇമ്പ്യൂരിറ്റിയുടെ അളവ് കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഓറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടിരിക്കുക. അങ്ങനെ ആദ്യം തന്നെ ഓറിനകത്തുള്ള ആ ഗാങ്ങിനെയെല്ലാം ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കളയണം. ആ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രണം. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറ് ഏകദേശം അതൊരു 100% ശുദ്ധമല്ലെങ്കിലും ഏറെക്കുറെ പ്യൂറായിട്ടുള്ള ഓറായിരിക്കും. ആ ഓർ ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പിൽ ആ ഓറിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തത്. അതിന് പറയുന്ന പേര് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ലോഹ നിർമ്മാണം എന്നാണ് ആ സ്റ്റെപ്പിന് പറയുന്നത്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. അപ്പോൾ ഈ ഓറിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഓറിൽ നിന്ന് മെറ്റൽ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോഴും ആ മെറ്റൽ 100% പ്യൂർ ആയിരിക്കില്ല. അതിനകത്ത് അപ്പോഴും കുറച്ചും കൂടെ മാലിന്യങ്ങൾ പിന്നെയും ഉണ്ടാകാം. അതുകൊണ്ട് ഈ ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ഓരോ മെറ്റലും അടുത്ത സ്റ്റെപ്പിൽ റിഫൈൻ ചെയ്യും, ഒന്നുകൂടെ ശുദ്ധീകരിക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതിനെ നമ്മൾ ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് ദ മെറ്റൽ എന്ന് പറയും. അപ്പോൾ ഒരു ലോഹ നിർമ്മാണത്തിൽ ഒരു മെറ്റൽ എക്സ്ട്രാക്ഷനകത്ത് 3 പ്രോസസ്സുകളുണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് പ്രോസസ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, സെക്കൻഡ് പ്രോസസ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, തേർഡ് പ്രോസസ് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ. ഈ 3 പ്രോസസ്സിനെ കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം, മെറ്റലർജി. അപ്പോൾ മെറ്റലർജി എന്ന് വെച്ചാൽ ഓൾ ദ പ്രോസസ് ലീഡിങ് ടു ദ സെപ്പറേഷൻ ഓഫ് എ പ്യൂർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഒരു ഓറിൽ നിന്ന് ഒരു ശുദ്ധമായ ലോഹം നിർമ്മിച്ചെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രക്രിയകളെയും കൂടെ ചേർത്ത്, എല്ലാ പ്രോസസ്സുകളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് മെറ്റലർജി. സ്റ്റുഡൻസ്, അടുത്തതായിട്ട് ഓർ കോൺസെൻട്രേഷനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം? ഓർ കോൺസെൻട്രേഷന് 4 പ്രോസസ്സുകൾ നമുക്ക് കാണാം. ഇതിൽ ഏത് പ്രോസസ്സ് ഉപയോഗിക്കണം എന്നുള്ളത് ഓർ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റിയും തമ്മിലുള്ള അവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇതിനകത്ത് ഏത് എങ്കിലും ഒരു പ്രോസസ്സാണ് ഒരു ഓറിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടി ഉപയോഗിക്കുക. ഒന്ന് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, കഴുകലാണ്. 2 ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഓർ പ്ലവന പ്രക്രിയയാണ്. 3ാമത്തത് മാഗ്നറ്റിക് സെപ്പറേഷനാണ് അല്ലെങ്കിൽ കാന്തിക വിഭജനമാണ്. 4ാമത്തത് ലീച്ചിങ് ആണ്. ഇങ്ങനെ 4 പ്രോസസ്സുകളുണ്ട്.
ഇനി ഇത് ഓരോ പ്രോസസ്സും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിക്കുന്നത് മെറ്റല് വളരെ വലുതും വളരെ ഹെവിയർ ആയിട്ടുള്ളതും അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി വളരെ ലൈറ്റ് ആയിട്ടുള്ളതുമാണെങ്കിൽ ഈ ഒരു രീതിയായിരിക്കും ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ കരിങ്കല്ല് കഷണങ്ങളെ, ചെറിയ കരിങ്കല്ല് കഷണങ്ങളെ മെറ്റലായിട്ട് സങ്കല്പിക്കുക. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി, മണ്ണിൻ്റെ അംശങ്ങളെ ഇമ്പ്യൂരിറ്റി ആയിട്ടും സങ്കല്പിക്കുക. അപ്പോൾ ഈ കരിങ്കല്ല് കഷണങ്ങളെ നമുക്ക് ആ ചെളിയിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. അതിനുള്ള ഏറ്റവും നല്ല ട്രിക്ക് എന്തായിരിക്കും? നല്ല വെള്ളത്തിൽ ഈ ഇതിനെ കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ കരിങ്കല്ല് കഷണങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുക. അതിനകത്തുള്ള ആ മണ്ണ് മുഴുവൻ നമുക്ക് കഴുകി കളയുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഓക്സൈഡ് ഓറുകൾ, അതുപോലെ ഗോൾഡിൻ്റെ ഓറൊക്കെ ഇതുപോലെയാണ്. ഓർ പാർട്ടിക്കിളിന് കനം കൂടുതലും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് കനം കുറവുമായിരിക്കും. അപ്പോൾ അവയെ ഇതുപോലെ വെള്ളത്തിൽ കഴുകുമ്പോൾ ആ മാലിന്യങ്ങൾ കഴുകി കളയാൻ പറ്റും. അങ്ങനെ ഓറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ഇനി രണ്ടാമത്തെ രീതി, ഇപ്പോൾ ഓർ നേരെ തിരിച്ച് ഓർ പാർട്ടിക്കിൾസിന് കനം കുറവും ഇമ്പ്യൂരിറ്റിക്ക് കനം കൂടുതലുമാണെങ്കിൽ ഈ ട്രിക്ക് പറ്റുകയില്ല. അതിന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് പ്ലവന പ്രക്രിയ എന്നറിയപ്പെടുന്ന ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്ന് വെച്ചാൽ പതപ്പിക്കൽ രീതിയാണ്. എന്ന് വെച്ചാൽ ഓറിനെയും അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഫൈൻ പൗഡർ ആക്കിയിട്ട് അതിനൊരു വലിയ പാത്രത്തിലേക്ക് ആ പൗഡർ ഇട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കും. അക്കൂടെ പത ലഭിക്കുന്നതിന് വേണ്ടി ഏതാനും തുള്ളികൾ, സം ഡ്രോപ്സ് ഓഫ് പൈൻ ഓയിൽ, പൈൻ എണ്ണ കൂടി അതിനകത്ത് ആഡ് ചെയ്യും. എന്നിട്ട് നല്ലോണം ഇളക്കുമ്പോൾ പതയാൻ തുടങ്ങും, വലിയ പതയുണ്ടാവും. അപ്പോൾ ആ പതയിൽ ഈ ഓറിൻ്റെ പാർട്ടിക്കിൾസ് കനം കുറവായതുകൊണ്ട് ആ പതയിലായിരിക്കും പതഞ്ഞ് ആ സൾഫൈഡ് ഓറുകൾ, ആ അയിരിൻ്റെ പാർട്ടിക്കിൾസ് മുഴുവൻ പതയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ആ പത മുഴുവൻ, ആ ഫ്രോത്ത് മുഴുവൻ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് സ്ട്രോങ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതയിൽ നിന്ന് നമുക്ക് ആ ഓറിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാലിന്യങ്ങൾ മുഴുവൻ ആ വെള്ളത്തിൽ താഴെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയും ചെയ്യും. ആ രീതിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ലൈറ്ററായിട്ടുള്ള ഓർ ലൈറ്ററും ഇമ്പ്യൂരിറ്റി ഹെവിയറുമാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം. പ്രധാനമായിട്ട് സൾഫൈഡ് ഓറുകളുടെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. സ്റ്റുഡൻസ്, മൂന്നാമത്തെ രീതിയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. നിങ്ങൾക്ക് മനസ്സിലായി കാണും, രണ്ട് ഓർ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റിയും ഉള്ളതിൽ ഇമ്പ്യൂരിറ്റി ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മാഗ്നറ്റിനാൽ ആകർഷിക്കപ്പെടുന്നതും മറ്റേ വസ്തു മാഗ്നറ്റിനാൽ ആകർഷിക്കപ്പെടാത്തതുമാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം. ഇവിടെ ഈ ബെൽറ്റിലൂടെ ഇതിനെ ഇങ്ങനെ പൊടിച്ച ഓറിനെ ഇങ്ങനെ കടത്തിവിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർ ഇങ്ങനെ ഈ പൗഡർ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് റോളറിലൂടെയാണ് ഇത് നീങ്ങുന്നത്. അപ്പോൾ മാഗ്നറ്റിക് റോളറിലൂടെ നീങ്ങുമ്പോൾ മാഗ്നറ്റിനാൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ ഈ ട്രെയിലേക്കായിരിക്കും വന്ന് വീഴുക. മാഗ്നറ്റിനാൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ട് ഇവിടെ വന്ന് വീഴും. എന്നാൽ മാഗ്നറ്റിനാൽ അട്രാക്റ്റ് ചെയ്യപ്പെടാത്ത ഇമ്പ്യൂരിറ്റികൾ അല്ലെങ്കിൽ മാഗ്നറ്റിനാൽ അട്രാക്റ്റ് ചെയ്യപ്പെടാത്ത പാർട്ടിക്കിൾസ് അങ്ങനെ തന്നെ വന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ആ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വന്ന് വീഴുന്ന ട്രെയിലേക്ക് വീഴും. അപ്പോൾ ഇങ്ങനെ ഈ വീഴ്ചയിൽ ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വേറെ, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വേറെ. മാഗ്നറ്റൈറ്റിനെ അതുപോലെ തന്നെ അയൺ ടങ്സ്റ്റേറ്റിനെയൊക്കെ ഈ രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവയെ രണ്ടിനെയും നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഹേമറ്റൈറ്റും അതുപോലെ അയൺ ടങ്സ്റ്റേറ്റും ഈ മാഗ്നറ്റിക് ട്രെയിലേക്കായിരിക്കും വന്ന് വീഴുക. എന്നാൽ അതിനൊപ്പമുള്ള ഇമ്പ്യൂരിറ്റി ഈ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വന്ന് വീഴുന്ന ട്രെയിലേക്കായിരിക്കും അവ വന്ന് വീഴുക. അപ്പോൾ ഈ രീതിയിൽ. അതേസമയം ടിൻസ്റ്റോണിനെയാണ് നമ്മൾ ടിൻസ്റ്റോൺ അല്ലെങ്കിൽ SnO2വിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ടിൻസ്റ്റോൺ വന്ന് വീഴുന്നത് ഈ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വന്ന് വീഴുന്നിടത്തായിരിക്കും. ഇമ്പ്യൂരിറ്റി ആയിരിക്കും ഇവിടെ വന്ന് വീഴുക. സ്റ്റുഡൻസ്, അടുത്തതായിട്ട് നമ്മൾ ലീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കുക. ലീച്ചിങ്ങും ഈ ഓർ കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പും പഞ്ചസാരയും കലർന്ന ഒരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഉപ്പ് വേറെ പഞ്ചസാര വേറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നടക്കുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുമാണ്? ഉപ്പും അതിനകത്ത് സോലുബിളാവും, ഷുഗറും അതിനകത്ത് സോലുബിളാവും. അപ്പോൾ അവയെ വീണ്ടും സെപ്പറേറ്റ് ചെയ്യുക വീണ്ടും ഒന്നുകൂടെ ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ ആ രീതിയിൽ നടക്കില്ല. അതേസമയം ഉപ്പും മണലും കൂടെയാണ് മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നല്ലവണ്ണം പൊടിച്ച് ഉപ്പും മണലും കൂടെ നല്ലവണ്ണം പൊടിച്ച ഉപ്പും മണലും കൂടെ നല്ലവണ്ണം പൗഡറായി ഇരിക്കുകയാണ്. അതിനകത്ത് ഉപ്പ് വേറെ മണൽ വേറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം.
എന്ത് ചെയ്താൽ മതി, കുറച്ച് വെള്ളത്തിൽ ഇട്ട് നല്ലവണ്ണം ഇളക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഉപ്പ് ആ സാൾട്ട് മുഴുവൻ ആ വാട്ടറിനകത്ത് സോലിബിളാവും. അതേസമയം സാൻഡോ ഡിസോൾവ് ചെയ്യുകയില്ല, അതിങ്ങനെ താഴെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഉപ്പ് വെള്ളം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അതിനെ പിന്നെ ചൂടാക്കി നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ഓർ പാർട്ടിക്കിളും അതുപോലെ തന്നെ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റിയും, അതിനകത്ത് നമ്മൾ ഓർ പാർട്ടിക്കിൾ സോലിബിൾ ആവുന്ന ഒരു സോൾവെൻ്റ് ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുക. ലീച്ചിങ് നടത്തുമ്പോൾ ഒരു സോൾവെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യും, അതിനകത്ത് ഓർ പാർട്ടിക്കിൾ മാത്രം ഡിസോൾവ് ചെയ്യും, ആ ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ സൊല്യൂഷനെ നമ്മളിങ്ങ് ഫിൽട്ടർ ചെയ്തെടുക്കുക. ആ സൊല്യൂഷനകത്ത് ഓർ പാർട്ടിക്കിൾസ് ഉണ്ട്, എന്നിട്ട് ആ സൊല്യൂഷനിൽ നിന്ന് പിന്നെ അതിനെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ഓർ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇമ്പ്യൂരിറ്റി മുഴുവൻ നമുക്ക് വേർതിരിച്ച് മാറ്റി കളയുവാനും സാധിക്കും. ഈ രീതിയിലാണ് ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസ്, അപ്പോൾ ഓർ കോൺസെൻട്രേഷൻ്റെ 4 പ്രോസസ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇങ്ങനെ നമുക്ക് ഓറിനെ ശുദ്ധീകരിച്ച ഓറ് നമുക്ക് ലഭിച്ചു. ഇനി ആ ഓറിൽ നിന്ന് മെറ്റൽ നിർമ്മിച്ചെടുക്കുന്ന, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന രീതിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മെറ്റലർജിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിൽ 2 പ്രോസസ്സുകളുണ്ട്. ഒന്ന്, നമുക്ക് ലഭിച്ച ഓറിനെ ആദ്യം ഒരു ഓക്സൈഡ് ആക്കി മാറ്റണം. ചിലപ്പോൾ ഓർ ഒരു കാർബണേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഹൈഡ്രോക്സൈഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു സൾഫൈഡ് ഓറായിരിക്കാം. അങ്ങനെ ഏത് ഓറാണെങ്കിലും അതിനെ നമ്മൾ ആദ്യം തന്നെ ഓക്സൈഡാക്കി മാറ്റണം. ഒരു ഓറിൻ്റെ ഓക്സൈഡ് ഓറാക്കി അതിനെ കൺവെർട്ട് ചെയ്തെടുക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഓക്സൈഡ് ഓറാക്കി കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഓക്സൈഡ് ഓറിനെ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റലിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓക്സൈഡ് ഫോം ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് 2 സ്റ്റെപ്പുകൾ, 2 രീതികൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചില ഓറുകൾ, ഉദാഹരണത്തിന് ചില ഓറുകൾ കാർബണേറ്റ് ആയിരിക്കും. ഇപ്പോൾ സിങ്കിൻ്റെ ഓറ് നമ്മൾ കണ്ടു, സിങ്ക് കാർബണേറ്റ് ZnCO3 ആണ്. അപ്പോൾ ഇത് കാർബണേറ്റ് ഓറാണ്. അതുപോലെ അലൂമിനിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ്, ഇവയിൽ നിന്നൊക്കെ നമുക്ക് ഓക്സൈഡ് നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ വെറുതെ അങ്ങ് ചൂടാക്കിയാൽ മാത്രം മതി. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കണം കേട്ടോ. അപ്പോൾ സ്ട്രോങ് ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയറിൻ്റെ അസാന്നിധ്യത്തിൽ, ഇപ്പോൾ സിങ്ക് കാർബണേറ്റിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ അതിൽ നിന്ന് ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. അങ്ങനെ അവശേഷിക്കുന്ന എന്തായിരിക്കും, സിങ്ക് ഓക്സൈഡ്. അപ്പോൾ സിങ്കിൻ്റെ ഓക്സൈഡ് ഓറ് നമുക്കിവിടെ കിട്ടി. ഇങ്ങനെ ഈ മെത്തേഡിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. അപ്പോൾ കാൽസിനേഷൻ എന്ന് വെച്ചാൽ എന്താ, സ്ട്രോങ് ഹീറ്റിംഗ് ഓഫ് ദ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു ഓറിനെ ചൂടാക്കുന്നതിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ചൂടാക്കുമ്പോൾ എന്താ പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് വാട്ടർ ആയിരിക്കും പുറത്തു പോകും. ഒരു മോളിക്യൂൾ വാട്ടർ പുറത്തു പോകുന്നു, അങ്ങനെ അത് അലൂമിനിയം ഓക്സൈഡായിട്ട് മാറുന്നു. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് ഓറിനെ ഓക്സൈഡാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സാണ്. ഇത് സാധാരണയായിട്ട് കാർബണേറ്റ് അതുപോലെ ഹൈഡ്രോക്സൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓക്സൈഡ് ആക്കി മാറ്റാനായിട്ട് രണ്ടാമതൊരു രീതിയുണ്ട്. ആ രീതിക്ക് പറയുന്ന പേര് റോസ്റ്റിംഗ് എന്നാണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ചൂടാക്കൽ തന്നെയാണ്. എയറിൻ്റെ പ്രസൻസിലാണ് ഇവിടെ ഈ റോസ്റ്റിംഗ് നടത്തുക. കാൽസിനേഷനിൽ എയർ ആബ്സെൻ്റ് ആയിരുന്നു, പക്ഷേ റോസ്റ്റിംഗ് നടത്തണമെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം റോസ്റ്റിംഗ് നടത്തേണ്ടത്. ഈ റോസ്റ്റിങ്ങിലൂടെ ഓക്സൈഡാക്കി മാറ്റുന്നത് സൾഫൈഡ് ഓറുകളെയാണ്. നമ്മളിവിടെ നോക്കുക, സിങ്ക് സൾഫൈഡ്, സിങ്ക് ബ്ലെൻഡ് ഓറാണ് കാണിച്ചിരിക്കുന്നത്, സിങ്ക് സൾഫൈഡാണ്. അപ്പോൾ ഈ ഓറിനെ ഓക്സൈഡാക്കി മാറ്റുന്നത് ഓക്സിജൻ്റെ പ്രസൻസിൽ ഈ ഓറിനെ ചൂടാക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഈ സൾഫർ നമുക്ക് കാണാം, ഈ സൾഫർ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡായിട്ട് മാറും. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ഓക്സിജൻ ഈ സിങ്കുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് ഓക്സൈഡായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ സിങ്ക് ഓക്സൈഡും കിട്ടി, സൾഫർ ഡയോക്സൈഡും കിട്ടി. സൾഫർ ഡയോക്സൈഡ് പുറത്തു പോയിക്കോളും. അപ്പോൾ നമുക്കങ്ങനെ സിങ്ക് ഓക്സൈഡ് കിട്ടി. അപ്പോൾ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡുകളാക്കി മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പേര് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് ഈസ് അഗെയിൻ സ്ട്രോങ് ഹീറ്റിംഗ് ബട്ട് വിതിൻ ദ പ്രസൻസ് ഓഫ് എയർ. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, എയറിൻ്റെ പ്രസൻസിലാണെന്ന് മാത്രം. കാൽസിനേഷൻ രണ്ടും സ്ട്രോങ് ഹീറ്റിംഗ് ആണ്, പക്ഷേ ഇത് ആബ്സെൻസ് ഓഫ് എയർ ആണ്, ഇത് പ്രസൻസ് ഓഫ് എയർ ആണ്. ഇത് കാർബണേറ്റ് അതുപോലെ ഹൈഡ്രോക്സൈഡ് ഓറുകളെ ഓക്സൈഡുകളാക്കി മാറ്റാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് സൾഫൈഡ് ഓറുകളെ ഓക്സൈഡുകളാക്കി മാറ്റുവാനാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനെ നമുക്കിപ്പോൾ എല്ലാത്തരം ഓറുകളും ഓക്സൈഡുകളായിട്ട് മാറിയെങ്കിൽ
വളരെ എളുപ്പത്തിൽ അവയിൽ നിന്ന് മെറ്റൽസിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഈ റിഡക്ഷൻ പക്ഷേ 2 തരത്തിലാണ് നടക്കുക. റിയാക്ടിവിറ്റി സീരീസിൽ വളരെ താഴെ കാണുന്ന മെറ്റൽസ്, ഉദാഹരണത്തിന് അയൺ, സിങ്ക്, കോപ്പർ അങ്ങനെയുള്ള മെറ്റൽസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓക്സൈഡിൽ നിന്ന് ഈ കോപ്പറിനെയോ സിങ്കിനെയോ അല്ലെങ്കിൽ അയണിനെയോ ഒക്കെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് കാർബൺ ചേർത്ത് ചൂടാക്കുക, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യുക. അപ്പോൾ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്താൽ നമുക്ക് ഈ അയൺ, സിങ്ക്, കോപ്പർ ഇവയൊക്കെ അതിൻ്റെ ഓക്സൈഡിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് കാണുന്ന സോഡിയം, കാൽസ്യം ഇവയൊക്കെ വളരെ റിയാക്ടിവിറ്റി കൂടിയതായതുകൊണ്ട് ഇവയുടെ ഓക്സൈഡുകളിൽ നിന്ന് നമുക്കിവയെ ഇങ്ങനെ കാർബൺ ചേർത്തോ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചൊന്ന് റിഡ്യൂസ് ചെയ്ത് ഇവയെ വേർതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ കേസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിഡ്യൂസിങ് ഏജൻറ്റ്? ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് ഇലക്ട്രിസിറ്റിയാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോളിസിസ് നടത്തിയാണ് ഈ സോഡിയം, കാൽസ്യം, അതുപോലെ പൊട്ടാസ്യം ഈ മെറ്റൽസിനെ അവയുടെ ഓറിൽ നിന്ന് വേർതിരിച്ചെടുക്കുക. സ്റ്റുഡൻസ്, നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിന് 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ഓറിനെ ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റണം, അത് കഴിഞ്ഞ് ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യണം. ഓക്സൈഡ് ആക്കി മാറ്റാനായിട്ട് 2 രീതികളുണ്ട്. കാർബണേറ്റ് ഹൈഡ്രോക്സൈഡ് ഓറുകളെയാണെങ്കിൽ കാൽസിനേഷൻ, അതുപോലെ സൾഫൈഡ് ഓറുകളെയാണെങ്കിൽ റോസ്റ്റിംഗ് നടത്തിയാൽ മതി. അതുപോലെ തന്നെ റിഡക്ഷൻ നടത്തുന്നതിന് 2 രീതികളുണ്ട്. റിയാക്ടിവിറ്റി സീരീസിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് കാണുന്നവയ്ക്ക് ഇലക്ട്രോളിസിസ് നടത്തിയാണ് അവയെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ റിയാക്ടിവിറ്റി സീരീസിൽ താരതമ്യേന താഴെ കാണുന്ന മെറ്റൽസ് ആണെങ്കിൽ അവയെ കാർബൺ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്ത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, മെറ്റലർജിയുടെ 3ാമത്തെ സ്റ്റെപ്പാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കണ്ടു. ഓറിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടു, അതേപോലെ തന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ കണ്ടു. ഇങ്ങനെ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ആ മെറ്റലിനകത്ത് പിന്നെയും ഇമ്പ്യൂരിറ്റി ചെറിയ തോതിൽ, അതുപോലെ നോൺ മെറ്റൽസിൻ്റെ ഒക്കെ സാന്നിധ്യം ചെറിയ തോതിലുണ്ടാവും. അപ്പം മെറ്റൽസ് ആയതുകൊണ്ട് അത് വളരെ പ്യൂർ ആയിരിക്കണം അതിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റലിനെ വീണ്ടും നമ്മൾ റിഫൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ മെറ്റലിനെ റിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 3 ട്രിക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അങ്ങനെ 3 സ്റ്റെപ്പുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനകത്ത് ലിക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റൽ ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ മെറ്റൽസിന് വേണ്ടിയാണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, ഒരു സ്ലാൻഡ് ആയിട്ടുള്ള ഒരു സർഫസിനകത്ത് ആ ശുദ്ധീകരിക്കേണ്ട മെറ്റലിനെ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. അപ്പോൾ ആ മെറ്റൽ അതിന് മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായതുകൊണ്ട് അത് ഉരുകി താഴേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്ന കളക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് വന്ന് വീഴുന്നു. അവിടെ നിന്ന് ആ മെറ്റലിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ ഇവിടെ തന്നെ അവശേഷിക്കും. അതിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുറച്ച് മെഴുകും മണലും കൂടെ മിക്സ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് മെഴുകിനെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും? ഇതുപോലെ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ മെഴുക് ഉരുകി ഇങ്ങ് പോരും. മണലിൻ്റെ പാർട്ടിക്കിൾസ് ഇവിടെ കിടക്കും, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞതാണ്. സാധാരണയായിട്ട് ലിക്വേഷൻ മെത്തേഡിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിഫൈൻ ചെയ്യുന്ന മെറ്റൽസ് ടിന്നും ലെഡുമാണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി വേറെ ചില മെറ്റൽസിനെ റിഫൈൻ ചെയ്യാനുള്ളൊരു ട്രിക്കാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ ആവശ്യമായി വരുന്നത് മെറ്റൽ ഹാവിങ് ലോ ബോയിലിംഗ് പോയിൻറ്റ്. തിളനില, കുറഞ്ഞ തിളനിലയുള്ള മെറ്റൽസിനെ ശുദ്ധീകരിക്കാനാണ് ഡിസ്റ്റിലേഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. സിങ്ക്, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ മെറ്റൽസ് ഈ രീതിയിലാണ് റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് റിഫൈൻ ചെയ്യുന്നത്? ഈ മെറ്റലിനെ ഏത് മെറ്റലാണോ, ഇപ്പോൾ സിങ്കാണ് ശുദ്ധീകരിക്കേണ്ടെങ്കിൽ ആ സിങ്കിനെ റിട്ടോർട്ടിലിട്ട് ചൂടാക്കും. അപ്പോൾ അത് ഉരുകും, അങ്ങനെ അത് ലിക്വിഡായിട്ട് മാറും. അത് കഴിഞ്ഞ് തിളയ്ക്കാൻ ആരംഭിക്കും. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ സിങ്ക് വേപ്പറായിട്ട് മുകളിലേക്ക്, ആവിയായിട്ട് മുകളിലേക്ക് വരും സിങ്ക്. അതിനെ കളക്ട് ചെയ്തെടുക്കും. സിങ്കിനോടൊപ്പം ഉണ്ടായിരുന്ന ആ ഇമ്പ്യൂരിറ്റികൾ ആ റിട്ടോർട്ടിൽ തന്നെ അവശേഷിക്കും. അങ്ങനെ നമുക്ക് ഇതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസ്റ്റിലേഷൻ. ദെൻ സ്റ്റുഡൻസ്, മെറ്റലിനെ റിഫൈൻ ചെയ്യാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്ന് മനസ്സിലാക്കിയതാണ്. ഇവിടെ കോപ്പറിനെ ശുദ്ധീകരിക്കുന്ന രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ശുദ്ധീകരിക്കേണ്ട കോപ്പർ ഏതാണോ അത് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ ശുദ്ധമായ കോപ്പറിൻ്റെ ഒരു ചെറിയ പ്ലേറ്റ് കാഥോഡായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇത് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ഇവിടെയുള്ള ഈ അശുദ്ധമായ കോപ്പറിലുള്ള കോപ്പർ ആറ്റംസ് അയോണുകളായിട്ട് സൊല്യൂഷനിലേക്ക് കടന്ന് ഈ സൊല്യൂഷനിലൂടെ ഇത് വന്ന് ഈ പ്യൂറായിട്ടുള്ള കോപ്പർ പ്ലേറ്റിൽ കോട്ട് ചെയ്യപ്പെട്ട് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ റിയാക്ഷൻ, ഈ ഇലക്ട്രോളിസിസ് പുരോഗമിക്കുമ്പോൾ ഈ കാഥോഡ്
വലുതായി വരും. കാഥോഡിൻ്റെ സൈസ് വലുതായി വരും. കാരണം ഇവിടെയുള്ള കോപ്പർ ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആനോഡ് ചുരുങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ ആനോഡിലുള്ള കോപ്പർ മുഴുവൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ, ഇലക്ട്രോളിസിസ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെയുള്ള ആനോഡിനകത്തുള്ള കോപ്പർ മുഴുവൻ ഇവിടെ എത്തിയിരിക്കും. ഇവിടെ ഈ കോപ്പറിനോടൊപ്പം ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ ഇവിടെ ഈ സൊല്യൂഷനിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കാഥോഡ് എടുത്തു കഴിഞ്ഞാൽ അത് പ്യൂറായിട്ടുള്ള ഒരു മെറ്റലായിരിക്കും, കോപ്പർ മെറ്റലായിരിക്കും. ഇതാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞത് മെറ്റലർജി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ, ഒരു ഓറിൽ നിന്ന് ഒരു പ്യൂറായിട്ടുള്ള മെറ്റൽ നിർമ്മിച്ച് എടുക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രോസസ്സുകളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് മെറ്റലർജി ഓർ ലോഹ നിഷ്കർഷണം. അതിൽ 3 സ്റ്റെപ്പുകളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അയിരിൻ്റെ സാന്ദ്രണം, അതുപോലെ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ലോഹ നിർമ്മാണം, അതുപോലെ റിഫൈനിങ് ഓഫ് ദ മെറ്റൽ ലോഹ ശുദ്ധീകരണം. അങ്ങനെ 3 പ്രോസസ്സുകൾ ഉൾപ്പെട്ടതാണ് ഒരു ലോഹ നിഷ്കർഷണം ഓർ മെറ്റലർജി. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ഒരു ഓറ് നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് മെറ്റൽ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ 4 മാർഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓറിൽ അടങ്ങിയിരിക്കുന്ന ഗാങ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി, ആ ഇമ്പ്യൂരിറ്റിയും ഓറിൻ്റെയും സ്വഭാവം അനുസരിച്ചാണ് ഇതിൽ ഏത് സ്റ്റെപ്പാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. അതിൽ ഒന്നാമത്തെ രീതി, ഓർ പാർട്ടിക്കിൾ ഹെവിയറും അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി ലൈറ്റ് വെയ്റ്റും ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലേവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്, വെള്ളത്തിൽ കഴുകിയെടുക്കൽ എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ ലോഹ അയിരിൻ്റെ സാന്ദ്രണത്തിന് ഓർ കോൺസെൻട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓക്സൈഡ് ഓറുകളെയും അതുപോലെ ഗോൾഡിൻ്റെ ഓറിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതുപോലെ ഇൻ കേസ് ഓർ പാർട്ടിക്കിളിൻ്റെ വെയിറ്റ് കുറവും ഇമ്പ്യൂരിറ്റിക്ക് വെയിറ്റ് കൂടുതലുമാണെങ്കിൽ അത്തരത്തിലുള്ള ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ്, പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ. പ്രധാനമായിട്ടും സൾഫൈഡ് ഓറുകളുടെ കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ കണ്ട മെത്തേഡായിരുന്നു മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓർ പാർട്ടിക്കിളും ഇമ്പ്യൂരിറ്റിയും ഇതിലേതെങ്കിലും ഒന്ന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ, ഹേമറ്റൈറ്റ് ഓറിൻ്റെ കോൺസെൻട്രേഷൻ ഈ രീതിയിൽ നടക്കുന്നത്. അതുപോലെ അയൺ ടങ്സ്റ്റേറ്റ്, ടിൻ സ്റ്റോൺ, ഇവയുടെ എല്ലാം കോൺസെൻട്രേഷൻ ഈ രീതിയിലാണ് നടക്കുന്നത്. ദെൻ നാലാമതായിട്ട് നമ്മൾ ഓർ കോൺസെൻട്രേഷനിൽ മനസ്സിലാക്കിയത് ലീച്ചിങ് ആണ്. ലീച്ചിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നു, അതിനകത്ത് ഓർ പാർട്ടിക്കിൾ മാത്രം ഡിസോൾവ് ചെയ്യും, ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സൊല്യൂഷനിൽ ഓറിനെ മാത്രം ലയിപ്പിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ലീച്ചിങ്. അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഓറിൻ്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ, ഓർ ഒരുവിധം ശുദ്ധമായി കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ആ ഓറിൽ നിന്നും മെറ്റലിനെ വേർപെടുത്തി എടുക്കുന്ന രീതിയാണ്. അതിന് നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ എന്നാണ് പറയുക. ഈ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിന് 2 സ്റ്റെപ്പുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് ഓക്സൈഡ് ഫോർമേഷൻ. ഈ കിട്ടിയ ഓറിനെ ആദ്യം ഓക്സൈഡാക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് ആ ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് മെറ്റലിനെ വേർപെടുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഓറിനെ ഓക്സൈഡാക്കി മാറ്റാൻ 2 രീതികളുണ്ട്. ഒന്ന് കാൽസിനേഷനും മറ്റൊന്ന് റോസ്റ്റിങ്ങും. ഓറ് ഒരു കാർബണേറ്റോ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോക്സൈഡോ ഒക്കെയാണ് ഓറെങ്കിൽ അതിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്ട്രോങ് ഹീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അതിനെ ഓക്സൈഡ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. അപ്പോൾ കാൽസിനേഷൻ എന്ന് വെച്ചാൽ സ്ട്രോങ് ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു ഓറിനെ സ്ട്രോങ് ഹീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. രണ്ടാമത്, അതേസമയം ഒരു ഓറിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഓർ എന്ന് പറഞ്ഞാൽ ഒരു സൾഫൈഡ് ഓറാണെങ്കിൽ അതിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു, സ്ട്രോങ് ഹീറ്റ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് റോസ്റ്റിംഗ്. സൾഫൈഡ് ഓറുകൾ ഇത്തരത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.
ദെൻ ഇങ്ങനെ ഓറിനെ ഒരു ഓക്സൈഡ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. താരതമ്യേന റിയാക്ടിവിറ്റി സീരീസിൽ താഴെ കാണുന്ന മെറ്റൽസ് സിങ്ക്, അയൺ, കോപ്പറൊക്കെ ആണെങ്കിൽ അതിന് റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് അവയുടെ ഓക്സൈഡ് ഓറിൽ നിന്ന് വളരെ വേഗത്തിൽ ഈ മെറ്റൽസിനെ വേർപെടുത്താൻ പറ്റും. കാർബൺ ചേർത്തോ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്തോ ഒക്കെ ആയിട്ട് ഇവയെ നമുക്ക് മെറ്റലിനെ വേർപെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എക്സ്ട്രാക്ഷൻ വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. പക്ഷേ റിയാക്ടിവിറ്റി സീരീസിൽ വളരെ ഉയർന്ന സ്ഥാനത്ത് കാണുന്ന സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇവ നമുക്ക് സാധാരണ കാർബൺ ചേർത്ത് റിഡ്യൂസ് ചെയ്തോ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്തോ ഒന്നും വേർപെടുത്താനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ കേസിൽ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റായി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഇവയെ നമ്മൾ വേർപെടുത്തി എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രോളിസിസിലൂടെയാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം മെറ്റലുകൾ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്ത മെറ്റലിനകത്തും അത് പൂർണ്ണമായിട്ടും ശുദ്ധമായിരിക്കില്ല. അതിനകത്ത് മെറ്റലിൻ്റെ ഓക്സൈഡുകൾ കുറച്ച് പിന്നെയും കാണാം, അതുപോലെ നോൺ മെറ്റൽസ് കാണാം. അതുകൊണ്ട് ഈ മെറ്റൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ മെറ്റലിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റിഫൈൻ ചെയ്യാനായിട്ട് ലിക്വിയേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, ഇങ്ങനെ 3 പ്രോസസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് പ്രോസസ്സ് വേണമെന്ന് തീരുമാനിക്കുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ആ മെറ്റലിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. ഇപ്പോൾ എക്സാമ്പിൾ ടിന്ന്, ലെഡൊക്കെ ആണെങ്കിൽ അതിന് വളരെയധികം മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കുറഞ്ഞ മെറ്റൽ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ശുദ്ധീകരിക്കാനായിട്ട് ഇവ ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടിന്ന് അല്ലെങ്കിൽ ലെഡ് ഉരുകി താഴേക്ക് വരും. അതിനകത്തുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഗ്യാങ്ങുകൾ അത് ചൂടാക്കിയ സ്ഥലം എവിടെയാണ് അവിടെ അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ലിക്വേഷൻ രീതിയിൽ മെറ്റലിനെ റിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ചില മെറ്റൽസ്, ചിലതിന് ബോയിലിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ചില മെറ്റൽസിന് സിങ്ക്, മെർക്കുറി, കാഡ്മിയം ഇവയൊക്കെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറഞ്ഞ മെറ്റൽസാണ്. അവയെ ഒരു റിട്ടോർട്ടിലിട്ട് സ്ട്രോങ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ ഉരുകി അവ ബോയിൽ ചെയ്ത് അവ വേപ്പറായിട്ട് വരും. ആ വേപ്പറുകളിലൂടെ അതിനെ നമുക്ക് പ്യൂർ മെറ്റൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനെ ഉപയോഗിക്കുന്ന ട്രിക്കാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ്. അതേസമയം കോപ്പർ പോലെയുള്ള മെറ്റൽസിനെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിലൂടെയാണ് പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശുദ്ധീകരിക്കേണ്ട കോപ്പറിനെ ആനോഡായിട്ട് ഉപയോഗിക്കണം, ശുദ്ധമായൊരു പീസ് കോപ്പർ കാഥോഡായിട്ട് ഉപയോഗിക്കണം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ആ ഇമ്പ്യൂർ കോപ്പറിനകത്തുള്ള കോപ്പർ അയോൺസ് മുഴുവൻ കോപ്പർ ആറ്റംസ് ആയിട്ട് ആ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കാഥോഡിൽ നിന്ന് ശുദ്ധമായ കോപ്പർ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ മെറ്റലിനെ നമുക്ക് റിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഡിയർ സ്റ്റുഡൻസ്, ഇതിന് ശേഷം ഈ ചാപ്റ്ററിൽ അയൺ, അലൂമിനിയം തുടങ്ങിയ പ്രധാനപ്പെട്ട 2 മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.